ജാതകം ഒത്തു വന്നിരുന്നെങ്കിൽ ഈ ഉപദേശങ്ങളെ നിങ്ങൾ തരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഈ നേരം കൊണ്ട് അവൾ ഈ വീട്ടിലെ നല്ലൊരു മരുമകളായി തീർന്നേനെ. ശ്രീകരന് നല്ലൊരു ഇണയും തുണിയുമായിട്ട് അവള് തീർന്നേനെ. നിങ്ങൾക്ക് ഇപ്പോഴും ശ്രീകരന്റെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സെയിം ഫീലിംഗ് ആണ് അളിയ. ആ സ്ഥാനത്തേക്ക് ഞാനല്ലാതെ മറ്റാരും വരില്ല. നിങ്ങളുടെ ജാതകമുള്ള കുട്ടിയെ കിട്ടില്ല. നിങ്ങളുടെ വിശ്വാസങ്ങളെയോ സമ്പ്രദായങ്ങളെയോ ആചാരങ്ങളെയോ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പെൺകുട്ടി വരില്ല. ഞാനാ പറയുന്നത്, വരില്ല വരില്ല വരില്ല. അവള് വന്നിരിക്കും. അവൾ ഉറപ്പായിട്ടും വന്നിരിക്കും. ഈ കുടുംബത്തിന്റെ അഭിമാനം നിലനിർത്തുന്ന എന്റെ അതേ ജാതകത്തിൽ പിറന്നൊരു പെൺകുട്ടി വന്നിരിക്കും. ആചാരമനുസരിച്ച് മൂക്കുത്തി അണിയാനുള്ള പെൺകുട്ടിയെ അമ്മ തന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കും. തലമുറകളായിട്ട് കൈമാറി വരുന്ന സമ്പ്രദായങ്ങളെ അവള് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ കാത്തിരുന്നോ. ഓഫീസിൽ നിന്ന് താൻ ഇറങ്ങി പോന്നപ്പോ എനിക്ക് ഒരുപാട് വിഷമമായി അവനി. എല്ലാവർക്കും ഓരോ വിഷമങ്ങളുണ്ടാവും. എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളിപ്പോ എവിടുന്ന് പോ. ശരി, തന്നെ ഞാൻ വീടിന്റെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് തരാം. വന്ന് കാറിൽ കയറ്. ഞാൻ കാറിൽ പോകാൻ മാത്രം വലിയ ആളല്ല. ഞാൻ ബസ്സിലോ ഓട്ടോയിലോ എങ്ങനെയും പൊക്കോളാം. അവനി, ദയവേതൊന്ന് പറയുന്ന കേക്ക്. ഇവിടെയുള്ളവരൊക്കെ തന്നെ ഞാൻ ശല്യപ്പെടുത്താന്ന് കരുതും. ഒന്ന് വന്ന് കാറിൽ കയറ്. പറയുന്നത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടേ. അവര് തെറ്റിദ്ധരിക്കും അവനി. രണ്ടുപേരും ഒരുമിച്ചുണ്ടാവരുതെന്ന്, ഒരുമിച്ച് നടക്കരുതെന്ന്, ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ജോലി ചെയ്യരുതെന്ന് വീട്ടിലുള്ളവര് കണ്ടീഷൻസ് വെച്ചിട്ടില്ലേ? അത് കാരണമല്ലേ നമുക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടായത്. പിന്നെ എന്തിനാ എന്റെ പുറകെ വരുന്നത്? അവനി, ഞാൻ നിന്റെ ഭർത്താവല്ലേ? ആ കാര്യം താൻ മറന്നുപോയോ? നിങ്ങൾ എന്റെ ഭർത്താവാണെന്ന് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പറഞ്ഞാ പോരാ, വീട്ടിലും അത് പറയണം. ആദ്യം വന്ന് കാറിൽ കയറ്. നിങ്ങൾക്ക് വിഷമാവൂല്ലോ എന്ന് കരുതി വേണമെങ്കിൽ ഞാൻ വന്ന് കയറിയിരിക്കാം. വഴിയിൽ വെച്ച് നിങ്ങളുടെ വീട്ടിലുള്ളവരാരെങ്കിലും അത് കണ്ടാലോ? അപ്പ എന്റെ അവസ്ഥ എന്താ? നടു റോട്ടിൽ എന്നെ പിടിച്ചു നിർത്തി അവർ ചോദ്യം ചെയ്യില്ലേ? ഈ സമയത്ത് എല്ലാവരും വീട്ടിലായിരിക്കും, പുറത്തൊന്നും ഇറങ്ങില്ല. എന്റെ സമയം നല്ലതല്ല. താലി വരെ പാമ്പായി മാറി കഴുത്തിൽ കുത്തും തോന്നുന്നുണ്ട്. നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അവനി, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. മനസ്സിലാക്കിയത് കൊണ്ടാ മരുമകൾ എന്ന അംഗീകാരം ഇല്ലാഞ്ഞിട്ടും നിങ്ങളുടെ വീട്ടിൽ ഇത്രയും ദിവസം നിന്നത്. അവനി, എപ്പോഴും നിങ്ങളുടെ വീട്, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ആൾക്കാരെന്നൊക്കെ പറയുന്നു. എന്റെ വീടും എന്റെ അച്ഛനും അമ്മയും എന്റെ ആൾക്കാരും എപ്പോഴാവുക? എന്നെ കുറിച്ച് അവര് തിരിച്ചറിയുമ്പോ മാത്രമല്ലേ? നമ്മുടെ മനസ്സാക്ഷിക്കും ദൈവത്തിനും അതറിയില്ലേ? നമ്മുടെ മനസ്സാക്ഷിക്ക് അത് അറിയുമായിരിക്കും, പക്ഷെ മനഃശാന്തി എന്നൊന്നില്ലല്ലോ.
ദൈവത്തിന് അറിയുമായിരിക്കും. പക്ഷെ ദൈവം ഇറങ്ങി വന്ന് അവനെ നിങ്ങളുടെ മരുമകളാണെന്ന് പറയില്ലല്ലോ. ഓട്ടോ മാഡം, ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് ഒഫീഷ്യലായിട്ട് എല്ലാവരും അറിഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളോടൊപ്പം ധൈര്യത്തിൽ വരാൻ കഴിയൂ. എന്റെ അവകാശങ്ങൾക്ക് ഒരു വിലയുണ്ടാവും. എങ്ങോട്ടാ മാഡം? സുന്ദർ നഗർ. കേറിക്കോ മാഡം. അത് ചേട്ടാ, ഈ മാഡത്തിനെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. നിങ്ങളിപ്പോ പൊക്കോ. ഞാൻ ഓട്ടോയിൽ പൊയ്ക്കോളാം. ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ഞാൻ വരില്ല. പ്ലീസ് അവനി. മനസ്സിലാക്കിയ നന്നായിരിക്കും. സാർ, എന്താ ഫാമിലി പ്രോബ്ലം ആണോ? നീ എന്താ വന്ന് പരിഹരിക്കോ? മാം എന്താ വല്ല നെക്ലേസ് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ 5 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ വാങ്ങിക്കൊടുക്കായിരുന്നില്ലേ? പിന്നെ എന്താ മാഡം ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഞങ്ങൾക്കിടയിൽ നീ ഇങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്നതാ എന്റെ പ്രോബ്ലം. ഓട്ടോ. ഏയ് മാഡം മാഡം മാഡം, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. മാഡം ഒന്ന് കേറിക്കോ. അവനി പ്ലീസ്. അവനി വണ്ടി എടുക്ക്. അവനി 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 അവനി, താൻ എന്നെ അകറ്റി നിർത്തിയാലും ഞാൻ തന്നെ ഉപേക്ഷിക്കില്ല. ഈ ജന്മത്തിൽ നീയാണ് എന്റെ ഭാര്യ. എന്റെ മനസ്സിലും എന്റെ ജീവിതത്തിലും നിനക്കല്ലാതെ മറ്റൊരാൾക്കും സ്ഥാനമില്ല അവനി. I love you. I love you, അവനി. ഹലോ, ദിസ് ഇസ് ഹാരിക. യാ എനിക്ക് മനസ്സിലായി. ഐ എം പ്രതാപ്. പെണ്ണ് കാണാൻ പേരൻസിനോട് വീട്ടിലേക്ക് വരാമെന്ന് കരുതിയതാ. പക്ഷേ തനിക്ക് ടെമ്പിളിൽ വെച്ച് തന്നെ കാണണമെന്ന് തന്റെ പേരൻസ് പറഞ്ഞു. അതെ അതെ. എനി റീസൺ? എന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. കോഫി ഷോപ്പിൽ വെച്ച് കാണുന്നതിനേക്കാൾ അമ്പലത്തിൽ വെച്ച് കാണുന്നതല്ലേ നല്ലത്. താൻ അത്ര ലക്ഷണമൊത്ത കുട്ടിയാണോ? താൻ ആലോചിക്കുന്ന രീതി പോലും അത്രയും ലക്ഷണമൊത്തതാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രദക്ഷിണം ചെയ്തിട്ട് വരാം. അത് കഴിഞ്ഞാ നമുക്ക് പരസ്പരം പരിചയപ്പെടാം. എല്ലാം ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കാം. യാ ഷുവർ. പിന്നെന്താ, പോയിട്ട് വരൂ. പോയിട്ട് വരൂ.
എൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്ന ഭാര്യ എങ്ങനെയായിരുന്നോ ശരിക്കും അവളെപ്പോലെ ഉണ്ട്. ഒരു ഡൗട്ടും ഇല്ല, ഈ കുട്ടി തന്നെ എൻ്റെ വൈഫ്. ഒരുപാട് വില കൊടുക്കുന്ന കുടുംബമാണ്. ഞങ്ങളുടെ വീട്ടിൽ താൻ കറക്റ്റ് മാച്ച് ആയിരിക്കും. ആചാരങ്ങൾ സാരി ഉടുത്താൽ കാണാൻ എങ്ങനെ ഉണ്ടാകുമോ ശരിക്കും അത്രയ്ക്ക് ഭംഗിയുണ്ട്. അതെന്റെ ഭാഗ്യാട്ടോ. പെട്ടെന്ന് വീട്ടിലുള്ളവരോട് പറഞ്ഞ് മുഹൂർത്തം കുറിക്കാൻ നോക്കാം. അതെ, ഒരു സെക്കൻഡ്, തിരക്ക് കാണിക്കരുത്. നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട്. ഇനി സംസാരിക്കാൻ നമുക്ക് എന്താ ഉള്ളത്? എന്താണെങ്കിലും ഞാൻ പെൺകുട്ടിയല്ലേ. നിങ്ങൾക്കൊരു ചെറിയ ടെസ്റ്റ്. എന്താ അത്? എന്റെ കൂടെ വരൂ, പറയാം. വന്നോളൂ. കണ്ണൊന്ന് അടയ്ക്കാമോ? എന്ത് കണ്ണടയ്ക്കാനോ? കണ്ണൊന്ന് അടയ്ക്ക്, ഞാൻ പറയാം. ഇതെന്താ ഇത്? ഇതാ എന്റെ ഒറിജിനൽ ഗെറ്റപ്പ്. റിയലി? യാ. അപ്പൊ നേരത്തെ ദൈവത്തോട് പ്രാർത്ഥിച്ചത്? എന്നെ ഇങ്ങനെ കണ്ട് തന്റെ ബോധം പോകാതിരിക്കാൻ. അപ്പൊ പ്രദക്ഷിണം ചെയ്തത്? നൈറ്റ് പാർട്ടിക്ക് പോയി ലേറ്റായി മോർണിംഗ് ജിമ്മിലേക്ക് പോയില്ല. ഒരു വാക്കിംഗ് ആവുമെന്ന് കരുതി. താൻ വിചാരിക്കുന്ന പോലെ ഞാൻ ഈ ആചാരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ഒന്നും അല്ല. ഈ ആചാരങ്ങളും സമ്പ്രദായങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പൂജയൊക്കെ നമുക്ക് താങ്ങില്ല. എന്റർടൈൻമെന്റ് ആണെങ്കിൽ ഓക്കെ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്റെ ലൈഫ് സ്റ്റൈലേ വേറെയാ. നമ്മൾ സെറ്റാവില്ല. താൻ വേറൊരു കുട്ടിയെ നോക്കിക്കോ. ഈ കാര്യം തന്റെ പേരൻസിന് അറിയോ? അറിയും. എന്തെങ്കിലും മാറ്റം വരുമെന്ന് കരുതി എന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പ്രഷർ തന്ന് പറഞ്ഞയച്ചതാ. അതുകൊണ്ടാ ഇങ്ങോട്ട് വരേണ്ടി വന്നത്. എനിവേ ബൈ ബ്രോ. എന്റെ ഭഗവാനെ, ഇതിനൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കൂ? അങ്ങനെ ഒരുത്തൻ ഉണ്ടാവൂ ഈ ലോകത്ത്? ഹായ് അവനി. എന്തിനാ വന്നത്? അതെന്താ അവനി, നീ എന്താ അങ്ങനെ ചോദിച്ചേ? എപ്പോഴാ വന്നെന്ന് ചോദിച്ചതാവും. അതിനുവരെ എന്തിനാ വന്നെന്ന് ചോദിച്ചു. എന്നെ കണ്ട സന്തോഷത്തിലെ ഒരു ചെറിയ മിസ്റ്റേക്ക് അല്ലേ അവനി? അതെ ചേച്ചി. ഞാനൊരു 2 ദോശയും കൂടി എടുത്തിട്ട് വരാം. ഒന്ന് നിക്ക് ചേച്ചി. എന്താ മോനെ? അവനിപ്പോ വന്നില്ലേ ചേച്ചി? ഇനി അവന് ചെയ്തോളൂ. അല്ല ചേച്ചി പോയിന്ന് റെസ്റ്റ് എടുത്തേ. ചെല്ലാവനി.
ആവനി, എനിക്ക് നല്ല വിശപ്പുണ്ടേ, വേഗം ദോശ കൊണ്ടുവാ. കാറിൽ കയറാതെ ഇങ്ങ് വന്നു കഴിഞ്ഞാ ഞാൻ ചുമ്മാ പോവെന്ന് വിചാരിച്ചോ? തന്നോട് പിണങ്ങിയിരുന്നാലേ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല അവനി. റോഡിൽ പിടിച്ചു നിർത്തി ഉറക്കെ എന്തെങ്കിലും പറഞ്ഞ സ്നേഹം തുറന്നു കാണിച്ചോ എന്റെ മനസ്സലിയെന്ന് നിങ്ങൾ കരുതിയോ? വയറ് നിറയെ കഴിച്ചോളൂ. ഒന്നുകൂടി ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ. അതെന്താ അങ്ങനെ ചോദിക്കുന്നേ? പോയി എടുത്തോണ്ട് വാ. ശരി. ആ ചേച്ചി, പിന്നെ എന്താ മോനെ? ഞാനൊരു കാര്യം പറയാട്ടോ, പക്ഷെ ഫീൽ ആവരുതേ. ഇല്ലില്ല, പറ. ചേച്ചിയുടെക്കാളും ആവനി ഉണ്ടാക്കിയ ദോശ അടിപൊളിയായിട്ടുണ്ട്. ഈ ചട്ടണിയിൽ മുക്കി ഇങ്ങനെ വായിലാക്കിയ ദോശ പോലെയല്ല, ചപ്പാത്തി പോലെ ഉണ്ടോ? പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വായിൽ വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ അലിഞ്ഞങ്ങോട്ട് പോവും. അതെ മോനെ, അവള് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. എന്റെ അമ്മയാണെങ്കി ആവനി ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങൾക്കാണെങ്കിലും ശരി, നല്ല അസൽ സർട്ടിഫിക്കറ്റാ കൊടുക്കുക. എല്ലാം അവളുടെ ഭാഗ്യം നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. എന്താ? കല്ല് ചൂടായിട്ടുണ്ട് ചേച്ചി, ഞാൻ പോയി ദോശ എടുത്തിട്ട് വരാം. കല്ലൊന്നുമല്ല, എന്നോടിപ്പോ താനല്ലേ ഇങ്ങനെ ചൂടായി നിൽക്കുന്നെ. ആവനി, എനിക്ക് പിന്നെയും വിശക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് വേഗം കൊണ്ടുവാ. ഞാൻ മനുഷ്യനാണെന്ന് കരുതിയോ മെഷീനാണെന്ന് കരുതിയോ? ആവനി, കുറച്ചുകൂടെ ഒന്ന് ദേഷ്യപ്പെട്ടെ. എന്റെ ചേച്ചിയോട് ഞാനൊന്ന് പറയില്ല എന്ന് കരുതിയല്ലേ ഇങ്ങനെ ഓവറാക്കുന്നത്? അത് ഞാൻ ശരിയാക്കി തരാം. വെള്ളം കുടിക്കേണ്ട. തന്റെ ദേഷ്യം ഇത്രത്തോളേ ഉള്ളൂ അവനി. തനിക്ക് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ ഇപ്പൊ നീ എന്നോട് വഴക്കിടുന്നേ. മോനെ, ഞാൻ സ്കൂളിലേക്കൊന്ന് പോയി സൗമ്യ വിളിച്ചോണ്ട് വരാം. ചേച്ചി വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സമാധാനായിട്ട് പോയി വരൂ. ശരി മോനെ. I love you, അവനി. വെറുതെ കിടന്നിങ്ങനെ അഭിനയിക്കല്ലേ. ഹായ് ഡാഡി. ഹായ് ഗൗതമി. ഡാഡിക്കും എനിക്ക് ഓരോ കോഫി. വാ ഡാഡി, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. എന്തേ രണ്ടാളുടെ മുഖം നന്നായിട്ട് റോസ്റ്റ് ആയ പോലെ ഉണ്ടല്ലോ. നീ അമ്പലത്തിൽ വെച്ച് കണ്ട പയ്യൻ ഫോൺ ചെയ്തിരുന്നു. ഓ,
മാറ്റർ അപ്പോഴേക്കും പോസ്റ്റ് ചെയ്തോ? താങ്ക്സ്. ഞാൻ പറയാതെ തന്നെ ആ ചെറുക്കൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട്. അമ്പലവാസികളെല്ലാം ഇപ്പൊ ഔട്ടാ ഡാഡി. ഔട്ടല്ല, ഔട്ട്ഡേറ്റഡ് പയ്യനാ. ശേഖർ അവന്റെ മോൾക്ക് നല്ല ആലോചന കൊണ്ടുവരാൻ കഴിവില്ലാത്തവനാണെന്ന് നമ്മുടെ റിലേറ്റീവ്സ് കരുതില്ലേ ബേബി? ആ ചെറുക്കൻ വളരെ ട്രഡീഷണലാ ഡാഡി. അന്യ മൂവിയിലെ അമ്പയെ പോലെയാ. നമുക്ക് രമയെ പോലെ ഒരുത്തനെ വേണ്ട. ആ, നീ ഡ്രസ് മാറ്റുന്ന അത്ര ഈസിയില് ബന്ധങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കല്ലേ?